മനോഹരമാക്കാൻ ഒരു അതിഥി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിഥിയിലേക്ക് പോകുന്നത് ആരാണെന്ന് അറിയാനുള്ള റിപ്പോർട്ട് നമുക്ക് നോക്കാം. കർണാടക സംഗീത ലോകത്ത് നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് കണ്ണൂർ സ്വദേശിനിയായ ജയശ്രീ രാജീവ്. 12 ക്ലാസിക് ആൽബങ്ങളിൽ ആലാപനത്തോടൊപ്പം സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കാസർഗോഡ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥ കൂടിയായ ജയശ്രീ തന്നെയാണ്. कुंज के बिहारी तुम्हारी बंसी लाला मेरो मनोहारी करुणानिधान. 20 വർഷമായി കർണാടക സംഗീതത്തിനായി ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ് മുണ്ടേരി സ്വദേശി രാജീവന്റെ ഭാര്യ ജയശ്രീ. 150-ലേറെ ഗാനങ്ങൾ, 12 ക്ലാസിക്കൽ ആൽബങ്ങൾ, രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ വേദികൾ. അങ്ങനെ നീളുകയാണ് ജയശ്രീയുടെ കർണാടക സംഗീതവുമായുള്ള ബന്ധം. സ്ത്രീകൾ കടന്നു ചെല്ലാത്ത സംഗീത സംവിധാന രംഗത്തും ചുവടുറപ്പിച്ചതാണ് ജയശ്രീയെ വ്യത്യസ്തയാക്കിയത്. കർണാടക സംഗീതത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി ജനകീയമാക്കിയ യുവ പാട്ടുകാരി. ശാസ്ത്രീയ നൃത്തത്തിലും വയലിനിലും കഴിവ് തെളിയിച്ച ജയശ്രീ എല്ലാ മേഖലകളിലും പഠനവും തുടരുന്നു. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടുന്ന് കാസർഗോഡേക്ക്, കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോകുമ്പോൾ അപ്പൊ ട്രെയിനിലിരുന്നിട്ടൊക്കെ ഒരു ദിവസം ഒരു രാഗം മനസ്സിലെങ്ങനെ സാധകം ചെയ്യും. ട്രെയിനാണ് എന്റെ സാധകത്തിനുള്ള സ്ഥലം. ജയശ്രീയുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ ഗായകൻ കൂടിയായ ഭർത്താവ് രാജീവിന്റെ ഉറച്ച പിന്തുണയുമുണ്ട്. കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥയാണ് ജയശ്രീ. മനോരമ ന്യൂസ്, കണ്ണൂർ. ജയശ്രീ രാജീവ് പുലർവേളയിൽ അതിഥിയായി എത്തുകയാണ്. സ്വാഗതം ജയശ്രീ പുലർവേളയിലേക്ക്. 20 വർഷത്തിലേറെ സംഗീത ലോകത്ത് സജീവമായിട്ട് എന്താണ് കർണാടക സംഗീതം ഇതിലോട്ടൊരു താല്പര്യം തോന്നാനുള്ള കാരണം? നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും കർണാടക സംഗീതം എന്ന് പറഞ്ഞിട്ട് തന്നെയാണല്ലോ തുടങ്ങുക. പിന്നെ ഒരുപാട് സംഗീത സഭയിൽ കച്ചേരികളൊക്കെ കേൾക്കുമായിരുന്നു ചെറുതില്. അപ്പൊ അതിനോടൊരു അതുപോലെ ആവണം എന്നുള്ളൊരു തോന്നല് ചെറുതില് വന്നു അത്ര. പിന്നെ ഇപ്പം ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ ഹസ്ബൻഡും കൂടെ പാടുന്ന ആളാണ്. അപ്പൊ എൻ്റെ അടുത്ത് കൂടുതൽ സംഗീത ഡാൻസും പാട്ടും രണ്ടും പഠിച്ചിരുന്നു. അപ്പൊ ഡാൻസ് ഒന്ന് സൈഡ് ലൈൻ ചെയ്തിട്ട് പാട്ടിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യം പറഞ്ഞു. അപ്പൊ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു ഇപ്പോഴും. എത്ര വയസ്സ് മുതലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? 8 വയസ്സ്. വീട്ടില് കലാപാരമ്പര്യം അച്ഛനും അമ്മ അങ്ങനെ ആരെങ്കിലും സംഗീത ലോകത്ത്? പാടാൻ കഴിവില്ലായിരിക്കും ഉണ്ട്, പക്ഷെ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് കർണാടക സംഗീതത്തിൽ ആൽബം ചെയ്യാൻ ഒരു ആശയം തോന്നിയത് എപ്പോഴാണ്? ആശയം തോന്നിയത് നമ്മുടെ ഈ കൂടെയുള്ള ആർട്ടിസ്റ്റ് തന്നെ അവരെന്നെ സജസ്റ്റ് ചെയ്തതാണ്. ഇങ്ങനെ കുറച്ചുകൂടെ ജനകീയമായിട്ട് ഉള്ള രീതിയിൽ ചെയ്താൽ അതിനൊന്ന് എന്താ പറയാ, ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് എന്ന് പറയില്ലേ. അപ്പൊ ജനങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാസിക്കലായിട്ട് അവരെ ഒന്ന് അടുപ്പിക്കാനുള്ളൊരു ചെറിയൊരു ശ്രമം എന്നുള്ളൊരു രീതിയിൽ. അപ്പൊ ഈ ഫ്യൂഷന്റെ പശ്ചാത്തലമൊക്കെ ആവുമ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ കുറച്ച് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ പാട്ട് പാടുന്നത് കൂടാതെ സംഗീത സംവിധാനം നിർവഹിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? എങ്ങനെയാണ് അങ്ങനെ സംഗീത സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതേവരെയും ചെയ്തെടുത്ത്, അല്ലാണ്ട് CDs ചെയ്തതിൽ സംഗീത സംവിധാനം എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്രേഷനാണ് ശരിക്കും. അതായത് ഈ പാട്ടിന്റെ ഇടയിൽ വരുന്ന പോർഷൻസ് ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട്, അതാണ് ചെയ്യുന്നത്. അല്ലാണ്ട് പാട്ടുകൾ ശരിക്കും ഒറിജിനലി ഉള്ള ട്രഡീഷണൽ സാധനങ്ങളാണ് നമ്മൾ പാടുന്നത്. അതിലൊരു കലർപ്പും വരുത്താതെ അതിന്റെ ഇടയിലുള്ള ബിറ്റുകളാണ് ഈ ഓർക്കസ്ട്രേഷൻ. അതാണ് ഞാൻ ചെയ്യുന്നത്. പൊതുവെ ഒരു സംഗീത സംവിധാന രംഗത്തേക്ക് സ്ത്രീകൾ വരാറില്ല. ഇപ്പൊ ജയശ്രീ ആ ഒരു രംഗത്തേക്ക് വന്നു. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ ഈ ഒരു രംഗത്തേക്ക് വരാത്തത്? അവരോട് എന്താണ് ജയശ്രീക്ക് പറയാനുള്ളത്? കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വേറെ ഇപ്പൊ എന്റെ ഫ്രണ്ട് സ്ത്രീകൾ മാറി നിൽക്കേണ്ട ഒരു മേഖലയാണോ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നു എല്ലാം ഒത്തുവരണ്ടേ. നമുക്ക് കുടുംബത്തിൽ നിന്ന് ഒരു സപ്പോർട്ട് വേണം, അത് ഏറ്റവും ആദ്യത്തെ കാര്യം. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റിനെ നമ്മൾ ഒരുമിച്ച് അവരെ ഡീൽ ചെയ്യേണ്ടതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം അതിനകത്ത്. ലേഡീസിന്റെ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാ, അല്ലാണ്ട് വേറെ തടസ്സമൊന്നും ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊരു വ്യത്യാസം അതിനകത്ത് വരാനില്ല. മറ്റേതൊക്കെ മേഖലകളിലാണ് കഴിവ് തെളിയിച്ചിരിക്കുന്നത്? നൃത്തത്തെ പറ്റി പറഞ്ഞു, പാട്ട് പാടുമെന്ന് പറഞ്ഞു. ഡാൻസാണ് ശരിക്കും ചെറുപ്പത്തിലേ തുടങ്ങി, 5 വയസ്സിലേ തുടങ്ങിയത് ഡാൻസാണ്.
ശ്രീമതി കലാമണ്ഡലം സരസ്വതി ടീച്ചറാണ് എൻ്റെ ഗുരു ഡാൻസിൽ. ഇപ്പോഴും ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആദ്യം ഞാൻ തുടങ്ങി ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ. സുലക്ഷ്മി, ഇത്ര നല്ലൊരു അതിഥിയെ കിട്ടിയിട്ട് അതെ, പാടാൻ പറയാതെ ഒരു പാട്ടാകാം. അളിവേണി എന്തു ചെയ്യുമോ ഹന്തനാനിനി മാനിനി അളിവേണി എന്തു ചെയ്യുമോ ഹന്തനാനിനി മാനിനി അളിവേണി എന്തു ചെയ്യുമോ. ഇപ്പൊ നേരത്തെ ആ റിപ്പോർട്ടിൽ പറഞ്ഞു തീവണ്ടി യാത്രകൾക്കിടയിലാണ് എല്ലാ സംഗീത സംവിധാനം എല്ലാം ചെയ്യുന്നതെന്ന്. അതിനെ കുറിച്ചൊന്ന് പറയാം. സംഗീത സംവിധാനം ഈ പറഞ്ഞ ഓർക്കസ്ട്രേഷൻ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം മൃദംഗം വായിക്കണ പോലെ വണ്ടിയുടെ ആ ഒരു റിതം ഉണ്ടല്ലോ, അത് നമ്മളെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു റിതം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ വേറെ ആരുടെയും നമ്മൾ വേറെ ശല്യമൊന്നുമില്ല. ഇയർഫോൺ ഇട്ട് പാട്ട് ഇഷ്ടം പോലെ കേൾക്കലാണല്ലോ പ്രധാനം. പാടി നോക്കുന്നതിനേക്കാളും ഒരുപാട് കേൾക്കണമല്ലോ. അതിനൊക്കെ ഒരുപാട് സമയം കിട്ടും വണ്ടിയിലാവുമ്പോൾ. ഇപ്പോ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ജോലിക്കിടയില് ഇത്തരം കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സമയം കിട്ടാറുണ്ട്. എങ്ങനെയാണ് സമയം കിട്ടുന്നത് തന്നെ എന്റെ കഴിവല്ല, അത് അവിടെ നിന്ന് തരുന്ന സപ്പോർട്ടാണ്. കാരണം അവര് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അഭിമാനമാണ് നമ്മളങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളത്. അത് തന്നെ വലിയൊരു അനുഗ്രഹം. ഇപ്പം ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ആൽബം ചെയ്തിട്ടുണ്ട്? ആൽബം 10-20 ഇത് ഫ്യൂഷനായിട്ട് തന്നെയുണ്ട്. അല്ലാണ്ട് പിന്നെ സഹസ്രനാമങ്ങളൊക്കെ പാടാനുള്ള ഒരു വലിയ ഭാഗ്യം. കാരണം ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം അതൊക്കെ അതർവൈസ് ഞാൻ അതൊന്നും വായിക്കുപോലില്ലായിരുന്നു. അപ്പൊ അതൊക്കെ കാസറ്റുകളായിട്ട് ഉണ്ട്. എനിക്ക് പാട്ടുകാരിയോട് ഇങ്ങനെ ചോദിക്കാൻ പാടുമെന്ന് അറിയില്ല. എന്നാലും ഇഷ്ടപ്പെട്ട രാഗം അങ്ങനെയൊക്കെ ഉണ്ടോ? അത് എല്ലാ രാഗങ്ങളും ഇഷ്ടമാണോ? എല്ലാ രാഗവും ഇഷ്ടമാണ്. എല്ലാം. എന്നാലും നമുക്ക് താല്പര്യമുള്ള ഒരു പ്രത്യേക രാഗം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല? അങ്ങനെയില്ല, എല്ലാ രാഗവും ഇഷ്ടം. വെച്ചാൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചിലത് സൂട്ടാവും. അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. ഇപ്പൊ രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ കച്ചേരി നടത്തിയിട്ടുണ്ട്. എവിടൊക്കെ പോയിട്ടുണ്ട്? ബഹ്റിനിലാണ്. അങ്ങനെ പുറമെ വേറെ ഒരുപാട് പ്രോഗ്രാംസ് എന്ന് പറയാനില്ല. ബഹ്റിനിലാണ് ഒരു പ്രോഗ്രാം ഔട്ട് ഓഫ് അബ്രോഡ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതാണ് ഞാനും ഹസ്ബൻഡും കൂടിയാണത് പാടിയത് എന്നുള്ള ഒരു പ്രത്യേകത. ഒരു വേദിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടി, മറ്റിടത്ത് ഞാൻ തനിയെ പാടി. എനിക്കൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് ഇപ്പോൾ അടിച്ചുപൊളി പാട്ടുകളോടൊക്കെയാണ് താല്പര്യം. അപ്പൊ ഈ കർണാടക സംഗീതത്തില് ബേസ് ചെയ്തിട്ടുള്ള ആൽബങ്ങൾ ഇറങ്ങുമ്പോൾ കിട്ടുന്ന പ്രതികരണം ഒക്കെ ഏത് രീതിയിലാണ്? അതുകൊണ്ടാണ് ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വെസ്റ്റേൺ ബീറ്റ് അതിൻ്റെ കൂടെ അതേ ഒരു വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് ഈ കോർ കണ്ടന്റിൽ നമ്മൾ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ വെസ്റ്റേൺ ബീറ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അതിൻ്റെ കൂടെ നിന്ന് കളയാമെന്നൊരു തോന്നലുണ്ട്. പിന്നെ വേറെ ഒരു സപ്പോർട്ട് കിട്ടണ ഇത് ഡാൻസിന് ഒരുപാട് പേര് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. അപ്പൊ അതൊരു സിനിമയിലേക്ക് ഒരു കൈ നോക്കാനുള്ള ശ്രമമുണ്ടോ? സിനിമയില് പാടിയിട്ടുണ്ട്. ഏത് സിനിമയാണ്? ഒഴിമുറി എന്ന് പറഞ്ഞ പടത്തിലുണ്ട്. പിന്നെ തട്ടകം, കുറെ മുമ്പത്തെ തട്ടകം എന്ന് പറഞ്ഞ, പിന്നെ എന്താ പണ്ടക, തെലുഗു മൂവിയാണ്. നമ്മളെ കഥാനായകൻ എന്ന് പറഞ്ഞ മലയാളം സിനിമയുടെ ഡബിങ് തെലുഗ്, അതിനകത്ത് പാടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് സിനിമ പാട്ട് കേൾക്കാം. അതിനകത്ത് സ്വാതി തിരുനാൾ പദം, അലർശര ഫരിതാപം എന്ന് പറഞ്ഞ് സ്വാതി തിരുനാൾ പദം, അതാണ് പാടിയിട്ടുള്ളത്. അതാണ് സിനിമയിലെ വരികളായിട്ടല്ല. ഇതിനകത്ത് ഒഴിമുറിയില് ശ്രീ ബിജിപാൽ അദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ഷൻ. അതിനകത്തൊരു ഇതാണ് വിരുത്തം പോലെ തുടക്കം തന്നെ, വഞ്ചീശപാലം എന്ന് പറഞ്ഞിട്ട്. ഞാനാ മറ്റേത് സ്വാതി തിരുനാൾ പദം. അലർശര പരിതാപം ചൊൽവതിന്നളിവേണി വനി വളരുന്നു
ഹൃദിമോഹം എന്നോമലേ തളരും മമ ദേഹം. അങ്ങനെ അത് കുറെ നേരം. ഭർത്താവും ഒരു ഗായകനാണ്, അപ്പം അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഈ രംഗത്ത്? അത് ഇപ്പൊ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എൻ്റെ പഠിത്തം. അപ്പം മദ്രാസിൽ ശ്രീമതി സുഗുണ വരദാചാര്യാണ് എൻ്റെ ഗുരു. അപ്പം അവരുടെ അടുത്ത് എല്ലാ സെക്കൻഡ് സാറ്റർഡേ സൺഡേയും പോകണം. അതിനൊക്കെ അദ്ദേഹം തന്നെയാണ് എൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഈ സ്റ്റുഡിയോസിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എപ്പോഴും. പിന്നെ കച്ചേരിക്ക് പോകുമ്പോഴും നിന്ന് ഒരുപാട് പാട്ടുകൾ പുതിയത് കേൾക്കാൻ ഉള്ള അവസരം. CD വാങ്ങലാണ് മെയിൻ അദ്ദേഹത്തിന്റെ ഹോബി. അപ്പൊ അതെല്ലാം വാങ്ങി പുതിയ പുതിയ ആൾക്കാരുടെ പാട്ട് കേൾക്കണം എന്ന് പറയുക. അങ്ങനെയൊക്കെ അതൊക്കെയാണ്. ജയശ്രീയുടെ ഈ ഒരു സംരംഭത്തെ സിനിമാ ലോകത്തെ അല്ലെങ്കിൽ ജയശ്രീ ആരാധിക്കുന്ന ആരെങ്കിലും കാണുകയോ നല്ല വാക്കുകൾ പറയുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഗുരുക്കന്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, അവരുടെയൊക്കെ, പിന്നെ വിദ്യാധരൻ മാഷ്, ഇപ്പോഴുള്ള കൂട്ടത്തിലാണെങ്കിൽ വിദ്യാധരൻ മാഷ്, പിന്നെ ലിറിസിസ്റ്റുകളിൽ പിന്നെ ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, വാസുദേവൻ കുട്ടി സാർ, അങ്ങനെ കുറെ പേര്. അവരുടെയൊക്കെ അടുത്ത് നമ്മൾ കുറച്ചു നേരം ഇരുന്നാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒന്നും പറഞ്ഞില്ലെങ്കിലും കണ്ട് നമുക്ക് ഒരുപാട് കാര്യം അബ്സോർബ് ചെയ്യാൻ പറ്റും. ആ ഡിസിപ്ലിനും പാട്ടിനേക്കാളേറെ ഒരു സ്റ്റുഡിയോയിലൊക്കെ ചെല്ലുമ്പോഴുള്ള ആ ഒരു ഡിസിപ്ലിനും. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒരു വാക്ക് ട്യൂൺ ചെയ്യുമ്പോൾ സ്വാമി എപ്പോഴും പറയും നമ്മളത് പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലും എന്നുള്ളൊരു വാക്ക് ഞാൻ എക്സാമ്പിൾ പറയാണ്, അത് നമ്മൾ പറഞ്ഞു നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ എവിടെയാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നതെന്ന്, നമുക്ക് സംസാരത്തിൽ എവിടെയാണ് സ്ട്രെസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് വേണം നമ്മുടെ പാട്ടിൻ്റെയും ട്യൂണ് പോവാൻ. അതായത് ഒരു സംസാരത്തിന് സ്വരപ്പെടുത്തുന്നു, അത്രയേ ഉള്ളൂ പാട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയൊരു പാഠമാണ് ശരിക്കും. അല്ലാണ്ട് വെറുതെ ഒരു രാഗം ഇട്ടിട്ട് അതിനകത്ത് എന്നെ കൊണ്ട് പറ്റാവുന്ന കസർത്ത് മുഴുവൻ ആ വരിയിലിട്ട് ചേർക്കുക എന്നുള്ളതല്ല. അതൊക്കെ വലിയൊരു പാഠമാണ്. പിന്നെ രാഘവൻ മാഷിന്റെ ആ ഒരു ഡിസിപ്ലിനും എല്ലാം അതെല്ലാം എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് സംഗീത ലോകത്ത്? സംഗീത ലോകത്ത് ഇപ്പം ദൈവം സഹായിച്ച് കുറച്ച് CDs ഇങ്ങനെ പാടുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷം തന്നെയാണ്. അല്ലാന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു കടയിൽ ചെല്ലുമ്പോൾ നമ്മുടെ തല അവിടെ കാണുന്നത് വലിയ സന്തോഷം തന്നെയാണ്. പിന്നെ ഒരുപാട് പേരുടെ സ്നേഹം ഇതുവഴി, ഇപ്പം സോഷ്യൽ നെറ്റ്വർക്കൊക്കെ ഒരുപാടുള്ളപ്പോൾ ഒരുപാട് പേരുടെ സ്നേഹം നമുക്ക് ഈ CD കാരണം കിട്ടുന്നുണ്ട്. അപ്പൊ കുറച്ച് CDs ഇനിയും കണ്ടിന്യൂ ചെയ്ത് പറ്റാവുന്നിടത്തോളം പാടണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കച്ചേരി വയസ്സാണെങ്കിലും കുറച്ച് കച്ചേരികൾ ചെയ്യണം. അങ്ങനെ അൾട്ടിമേറ്റ്ലി വയസ്സാവുമ്പോൾ ഒരു നല്ല ഗുരുനാഥയായിട്ട് മാറണം. സിനിമാ പാട്ടുകൾ പാടാൻ താല്പര്യമുണ്ടോ പിന്നണി ഗായിക ആയിട്ട്? ഇനിയോ വെച്ചാൽ ഇതേവരെ പാടിയത് 2-3 ഞാൻ പറഞ്ഞല്ലോ. അല്ലാണ്ട് ഇനി ആരെങ്കിലും വിളിച്ചാൽ സന്തോഷമേ ഉള്ളൂ പാടാൻ. പിന്നെ നമ്മൾ ഈ ക്ലാസിക്കല് പാടുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും സിനിമ പാട്ട് പാടില്ല, അതുകൊണ്ടാന്ന് അറിഞ്ഞൂടാ വിളിച്ചാല് പാടാൻ സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ കർണാടക സംഗീത രംഗത്താണെങ്കിൽ എണ്ണം പറഞ്ഞ പ്രതിഭകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ആരുടെ ശൈലിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആരാണ് സ്വാധീനിച്ചെത്തിയ, അങ്ങനെ പറയാൻ പറ്റുമോ? അത് വെച്ചാ പഴയ ആൾക്കാർ ജനറേഷനിലാണെങ്കിൽ ഞാൻ ഒരുപാട് കേൾക്കുന്നത് KV നാരായണസ്വാമി, അദ്ദേഹത്തിന്റെ പാട്ടാണ് കേൾക്കാറ്. ആ ഒരു ശൈലിയോടൊരു ഇഷ്ടമുണ്ട്. വളരെ ഇന്നസെന്റ് ആണ്, അതിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരുപാട് പേരുടെ ആരുടെയാ കേൾക്കണ്ടാത്ത, എല്ലാവരുടെയും എല്ലാവർക്കും നമുക്ക് പറ്റാവുന്ന ഇത്തിരി എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുക, അത്രയും. ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകളോടാണ് താല്പര്യം. ഇപ്പോഴത്തെ സിനിമകളിലെ പാട്ടുകളെ പറ്റിയിട്ടൊക്കെയുള്ള അഭിപ്രായം എന്താ? ന്യൂ ജനറേഷൻ? അയ്യോ, അതങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഓരോരുത്തരുടെ രീതി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാ തരം പാട്ടിനും ആവശ്യക്കാരുണ്ട്. ഒരു നമ്മൾ സന്തോഷിച്ചിരുന്ന് പിള്ളേരായിട്ട് അടിച്ചു പൊളിച്ചു പോകുന്ന സമയത്ത് ചക്കനി രാജാന്ന് പാടിയാൽ ശരിയാവില്ല. അതിൻ്റെതായ പാട്ട് വേണം. അപ്പൊ അതെല്ലാം നല്ലത് തന്നെ. ഏതൊരു കലയും വിദ്യയും ഒക്കെ പൂർണ്ണമാകുന്നത് പകർന്നു കൊടുക്കുമ്പോഴാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തലമുറയെ ഇനി പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ ശ്രീശങ്കരം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല, വീട്ടിൽ തന്നെ. അപ്പൊ അവിടെ കുഞ്ഞുമക്കള് ചെറുതിലെ പണ്ട് ഒരു 10-15 വർഷം തൊട്ടേ പഠിക്കാൻ തുടങ്ങിയ കുഞ്ഞു കുട്ടികളുണ്ട്. അവരൊക്കെ ഇപ്പൊ കച്ചേരിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതൊരു വലിയ സന്തോഷാണ്. ഇനിയും അങ്ങനെ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കും, അറിയാവുന്നത് പറഞ്ഞു കൊടുക്കണം എന്നൊരാഗ്രഹം. കുടുംബത്തെ പറ്റിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? കുടുംബം ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് രാജീവ് കുമാർ എന്നാണ് പേര്. അദ്ദേഹം മനോരമയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്.
പിന്നെ എൻ്റെ അമ്മ ഡോക്ടർ ഗീത ഗൈനക്കോളജിസ്റ്റാണ്. പിന്നെ എൻ്റെ 2 മക്കള് ഹരിശങ്കർ, ഗൗരി ശങ്കർ. ഞാൻ 2ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കും. അവർക്കൊക്കെ ഇങ്ങനെ സംഗീത രംഗത്ത് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, ശ്രുതിയും താളവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചു ഞങ്ങള്. ആമ്പിള്ളേരല്ലേ, ഇപ്പൊ ഇരുന്ന് കിട്ടില്ല, പഠിക്കാനായിട്ട് ഇരിക്കുന്നില്ല. ഇങ്ങനെ നടക്കും. കേൾക്കുന്നുണ്ടാവും, ക്ലാസ് എടുക്കുമ്പോ ഒക്കെ കേൾക്കുന്നുണ്ടാവും. അതൊരു അനുഗ്രഹം. ഇനി ഒരു പാട്ടുകൂടി. അലേപ്പായുതേ അലേപ്പായുതേ കണ്ണായൻ മനമിക അലേപ്പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതേ അലേപ്പായുതേ കണ്ണായൻ മനമിക അലേപ്പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതേ അലേപ്പായുതേ കണ്ണാ കണ്ണാ. വളരെ നന്ദി ശ്രീ ജയശ്രീ രാജീവ്, പുലർവേളയിൽ പങ്കെടുത്തതിനും അനുഭവങ്ങളും പാട്ടുകളും ഒക്കെ പങ്കുവച്ചതിനും. എന്തായാലും ഈ ഒരു സംരംഭം വിജയിക്കട്ടെ, വളരെ പ്രശസ്തയായി, ഇനിയും പ്രശസ്തയായി, ഒരുപാട് സിനിമയിൽ പിന്നണി ഗായികയായിട്ടും ഒട്ടേറെ വിജയങ്ങൾ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി. പുലർവേളയിൽ ഇനിയുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം.